അപ്പോൾ ഗെയ്സ്, ഇപ്പോൾ നമ്മുടെ ഈവനിങ് നിങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയമായിരിക്കും. നമ്മൾ നേരത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് ഞാനങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നതൊക്കെ അപ്പോൾ കിട്ടിയില്ലെങ്കിലും പിന്നീട് നമുക്ക് കിട്ടും. നമ്മൾ അതിയായി എന്ത് സാധനത്തിന് വേണ്ടി അതിയായിട്ട് ആഗ്രഹിക്കുക എന്നാൽ മാത്രമേ വരത്തുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് നാളെ ഞാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ചാനലൊന്ന് തുടങ്ങാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മളെന്തെങ്കിലും പിന്നെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ലൊരിതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെയും ഒരു രീതിയിലും ദ്രോഹിക്കാതിരിക്കുക. അത് നാളെ നമുക്ക് എന്ത് വന്നാലും ഒരു ശിക്ഷയായിട്ട് കിട്ടും. നമുക്ക് പണം ഉണ്ടെന്നോ സ്റ്റാറ്റസ് ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയതാണ്. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചൊരു ഒരു കുട്ടീൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ ഞാൻ പഠിച്ചു. അവർക്ക് കുറച്ച് എന്താ പറയുക, ഈഗോ മൈൻഡഡ് ഉണ്ട്. ആ മൈൻഡ് കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. ഉള്ളിൽ നമ്മൾ എന്താ പറയുക, കുറച്ചൊക്കെ നമുക്ക് ഈഗോ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ പുറത്ത് മറ്റുള്ളവരോട് അത് കാട്ടാതിരിക്കുക. ഞാൻ എൻ്റെ ഏരിയയിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് ഒരിടത്തുമില്ല. അവർക്കൊരു എന്താ പറയുക, എങ്ങനെയാലും അവർക്ക് അതെന്തോ ഒരു വിലയതാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെ ദ്രോഹിക്കുന്ന കാണുമ്പോഴേക്കും ഭയങ്കര ദേഷ്യം വന്നിട്ട് ഞാൻ അവരോടൊക്കെ ഉടക്കുന്നു. അതുകൊണ്ട് അവരെ എന്നെ തല്ലിപ്പൊളിയെന്നായിരിക്കും. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു കൊടുക്കും കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും കൊടുക്കാതിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ലൈവിൽ വരാത്തതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പല്ലിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു അമ്മൂമ്മയാണല്ലോ. അതെ, ചുരുക്കി പറഞ്ഞാൽ ഒരു അമ്മൂമ്മയ്ക്കാണ് കേട്ടോ. അങ്ങനത്തെ ലെവലിലാണ്. ഒരു 5-6 വർഷം കൊണ്ട് പല്ലിൻ്റെ ഇഷ്യൂസ് വന്നിട്ട് എനിക്ക് ചിലപ്പോൾ ഈഗോ ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ എന്താ പറയുക, ചിരിച്ചൊക്കെ നടന്ന നല്ല ഈഗോ ആയിരുന്നു. അതിന് കണക്കൊക്കെ ഇട്ട് എനിക്ക് തന്നു. അതുകൊണ്ട് പറഞ്ഞുതരാം, ഈഗോ എന്ന് നമുക്ക് പാടില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ദൈവം അങ്ങ് മാറ്റിത്തരും. അപ്പോൾ നമ്മുടെ കൂടെയുള്ള മനുഷ്യരോട് എപ്പോഴും സഹജീവികളോടും കൂട്ടുകാരോടായാലും മറ്റുള്ളവരോടായിരുന്നാലും കുറച്ചൊക്കെ സഹാനുഭൂതി കാണിക്കാൻ ശ്രമിക്കുക. ഇന്നങ്ങനെ ചില ആൾക്കാർ കാണിക്കാത്തതിൻ്റെ ഇതാണ് ഞാനിന്ന് ഒരു ചാനലിലൂടെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയുന്നതിനൊക്കെ കാണും. അല്ലെങ്കിൽ ഈ നാട്ടുകാരെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ഒരു വാക്കുപോലും തെറ്റായ രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. എല്ലാ ആൾക്കാരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരാളെ ഒന്നും പറയത്തില്ല. എൻ്റെ സാറന്മാർ വരെ എന്നെ അടിച്ച് കരയിപ്പിക്കാൻ നോക്കും. അത്ര കൂൾ മൈൻഡായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഹാർഷായിട്ടൊക്കെ പെരുമാറുന്നു. ആരെങ്കിലും എന്തെന്ന് കേട്ടാൽ കുന്തെന്ന് പറയാൻ മടിയില്ലാത്തൊരു വ്യക്തിയായി. അപ്പോൾ അത്രോളം ഞാൻ മാറിക്കഴിഞ്ഞു. മാറാൻ കാരണം എന്തുവാ? നമ്മുടെ സാഹചര്യമാണ്. സാഹചര്യം നമ്മളെ പലതും ആക്കും. നമ്മൾ ആ സാഹചര്യങ്ങളിൽ വീണു പോകാതെ നമ്മൾ എന്താണോ എയിം ചെയ്യാൻ ആഗ്രഹിച്ചത് അവിടേക്ക് പോകാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ അതിയായിട്ടൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നായാലും നമ്മൾ അവിടേക്ക് എത്തും. കാരണം എൻ്റെ ഈ രാമേശ്വരം യാത്ര ഞാൻ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തിൽ ലാസ്റ്റ് ഞാൻ കറക്റ്റായിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. കറക്റ്റ് ഡിസംബർ 31 ഞാൻ രാമേശ്വരം താണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പോയി പ്രാർത്ഥിച്ചു, തൊഴുതു, അങ്ങനെ ബലിയിട്ടു, അച്ഛനൊക്കെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞു, കർമ്മം കഴിഞ്ഞു വന്നപ്പോൾ മനസ്സിലെന്താ പറയുക, സന്തോഷം. അതുപോലെ മധുര മീനാക്ഷിയും കാണാൻ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് നാൾ. ഗുരുവായൂർ പോകുമ്പോഴൊക്കെ അവൻ്റെ മധുര വരെ പോകുന്നതാണ് ചെന്നൈ എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ. പക്ഷേ ഞാൻ എന്ത് പറയുക, അതിൽ പോകാൻ നിന്നിട്ടും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയുവാണ്, നമ്മുടെ ആഗ്രഹങ്ങളെ മുറുകെ പിടിക്കണം. അത് ഇന്നില്ല നടന്നില്ല, നാളെ ഇല്ല നടന്നില്ല, പക്ഷെ ഒരു ദിവസം എന്ത് ചെയ്യും, നമുക്ക് ആഗ്രഹം തരും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാനിന്ന് ഈ ചാനലിൽ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കും. ലൈവിൽ വരുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഈ ചാനൽ എനിക്ക് ഹാപ്പി തരുന്നുണ്ട്. ഭയങ്കര ബേസില്ല, ഭയങ്കര ഇതായിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ മോഡുലേഷൻ ചെയ്ത് അങ്ങനെ എടുത്തിട്ടില്ല, പിന്നെ ആക്ടിങ് ചെയ്തെടുത്തിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരിക്കും. ഒരു കുഞ്ഞു വീഡിയോസ് ഇട്ടിരുന്നാലും അതെനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. അത് ഡെക്കറേറ്റീവായിട്ട് ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരിക്കാം. എന്നാൽ പോലും ഞാൻ ചില സമയം അതിലെൻ്റെ സങ്കടമൊക്കെ അതിലേക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ദുഃഖങ്ങളിലേക്ക് അങ്ങ് താണു വീണ് പോകാതെ എനിക്കൊന്നേ പറയാനുള്ളൂ, മുമ്പോട്ട് വരാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. ഞാൻ മലപ്പുറത്താണ് വർക്ക് ചെയ്തത്. അവിടെ താത്തമാർ പറയും, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ മോളെ, അവിടെ ഹസ്ബൻഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ കാക്ക കൊടുക്കുന്ന, അവർ കൊണ്ട് കൊടുക്കുന്ന വെച്ച് കഴിയുന്ന ഇതാണ്. അതേസമയം നമ്മുടെ ഹിന്ദു ഇതിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് എന്ത് വേണമെങ്കിലും അവർ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പുറത്ത് നിന്ന് വാങ്ങാനൊക്കെയുള്ള ഒരു ഇതുണ്ട്. അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അവർ പറയുന്നതും കേട്ടിട്ടും ഞാൻ പെരുമാറി അവരുടെ ഇതിൽ നിന്ന് ഞാൻ പഠിച്ചതുമാണ്. ഓരോരുത്തർക്കും പലവിധം, ബഹുജനം പലവിധം എന്നല്ല.
അതുപോലെ. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ അവരപ്പോൾ എന്നോട് പറയും, മോൾ ഈ ബാഗ് എടുത്ത് വരുന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന 1 രൂപയ്ക്കുണ്ടല്ലോ മോൾ അധ്വാനിക്കുന്നതാണ്, അതിന് വാല്യൂ ഉണ്ട്. സത്യമോ, ഞാനിപ്പോൾ ജോലിയില്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ പഠിക്കുന്നു. ഒരുപാട് പഠിച്ചിട്ടും ജോലിയില്ല, പക്ഷെ ഞാൻ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അമ്മയോടോ മറ്റുള്ളവരോടോ ഒക്കെ എല്ലാവരോടും ആശ്രയിച്ചിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം ഞാൻ ഒരുപാട് കരയും. അപ്പോൾ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ എന്താ ഇരുട്ടിലേക്ക് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് വിവാഹത്തോടു കൂടി ഒരു ഇരുട്ടിലേക്ക് വീണു പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ഹസ്ബൻഡ് ജോലിയൊക്കെ വാങ്ങിത്തരാനും ഒക്കെ ആഗ്രഹിച്ച് പഠിപ്പിക്കാനും ഒക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ നഷ്ടപ്പെടൽ എന്നെ എല്ലാ രീതിയിലും, ഞാനിവിടെ നിന്ന് നാട് വിട്ട് പോകുമ്പോഴേക്കും ഈ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പിന്നെ ജോലിയായിട്ട് വീടിൻ്റെ നാടും ഈ നാടിന് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് പോയപ്പോൾ ഞാൻ പഠിച്ചു. എന്തു പറയുക, എങ്ങനെ ജീവിക്കണം, എങ്ങനെയാകണം. കാട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ ഞാൻ എന്താ പറയുക നിന്ന് പൊട്ടിക്കരഞ്ഞ ദിവസങ്ങളുണ്ട്. എനിക്കെന്താ ഇങ്ങനെ ഇത്രയും പഠിച്ച ഒരാളല്ലേ എന്നൊക്കെ തോന്നിയിട്ട്. അതുകൊണ്ട് നമ്മളെ മക്കളായിരുന്നു, നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന പല പ്രായത്തിലുള്ളവരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. ഒരേജ് എന്താ പറയുക, എത്ര ഏജുള്ളവരാണെന്ന് എനിക്ക് ഒത്തിരി ഏജുള്ളവരൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ. പിന്നെ കൂടുതലും വിദേശത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ നിന്നും നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പോയിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെയാണ് വാച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കുക, അവരെ പഠിപ്പിച്ച് നല്ലൊരു രീതിയിലാക്കുക. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ. ഇന്ന് ഞാൻ എത്ര കഷ്ടങ്ങളിലൂടെയെങ്കിലും ഞാൻ പഠിച്ചു, ജോലിയില്ലെങ്കിലും എനിക്ക് ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു ട്യൂഷൻ സെൻറ്റർ ഇടാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്കൂൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനമോ എന്തെങ്കിലും തുടങ്ങാനുണ്ടെങ്കിൽ ക്യാഷ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനൊരു പ്രാപ്തിയായി കഴിഞ്ഞു. അതേസമയം ഞാൻ പഠിക്കാതെ ഇരുന്നെങ്കിലോ എനിക്ക് സ്വയം മുന്നോട്ട് വരണമെന്നൊന്നും തോന്നത്തില്ല. അങ്ങ് ഞാൻ ഒരു എന്തു പറയുക, ഒരിടത്തേക്ക് അങ്ങ് വീണ് പോയേനെ. ആ ഇരുട്ടിൽ നിന്നെല്ലാം കുറച്ച് ദൈവത്തോടുള്ള വിശ്വാസവും എൻ്റെ മനസ്സിലേതും കൊണ്ട് ഞാൻ ഫ്രണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ത്തിയിട്ട മനുഷ്യരുടെ മുമ്പിൽ എന്നോട് എല്ലാവരും, ഞാൻ എപ്പോഴും സിംഹത്തെ പോലെ ആഗ്രഹിക്കുന്ന ക്രൗര്യവും ശൗര്യവും ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ജീവിക്കണം. ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാതെ ജീവിക്കണം. നമ്മളെ ആരാണോ താഴ്ത്തി കെട്ടി അവിടെ മുന്നിൽ ഉറച്ച് നന്നായിട്ട് ഫ്രണ്ടിലോട്ട് വരണം. അവിടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു. ഞാൻ ഒരു ചെറിയൊരു ഇഷ്യൂസ് വന്നിട്ട് ഞാനൊരു സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയുന്ന കഥയൊക്കെ പറഞ്ഞു. അയാൾ എന്നോട് പറഞ്ഞു, എന്താ എടോ ഞങ്ങൾക്കും ഇതൊക്കെ ഉള്ളതാ, എടോ ജീവിച്ച് കാണിക്കണോടോ, പറഞ്ഞവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ. താൻ എന്തോ ഒരു എക്സാം എഴുതുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ, അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു സെറ്റിൻ്റെ എക്സാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ടീച്ചറാകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതി പാസ്സായിട്ടുണ്ടായിരുന്നു. അയാളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത്. അത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. താൻ എന്തോ ഒരു എക്സാം എഴുതുന്നുണ്ടല്ലോ, അത് എഴുതിയെടുത്ത് കാണിക്കൂ, തോൽപ്പിച്ച നാട്ടിൽ ജയിച്ചു കാണിക്കാൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഒരു എയിം അതാ, തോൽപ്പിച്ച നാട്ടിൽ. എന്നെ അവിടെയും അങ്ങനെ ഞാൻ മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും, മോൾ അങ്ങനെ ആകേണ്ട ഒരാളൊന്നുമല്ല, മോൾക്ക് നല്ല മനസ്സുണ്ട്, മോളൊരു സ്ഥാനത്തെത്തണമെന്ന്. അതുകൊണ്ട് ഇന്നും ഞാൻ 4 പേരുടെ മുമ്പിൽ ഒരു ജോലിക്കൊക്കെ ഒരുപാട് അലഞ്ഞിട്ടുള്ള ആളാണ്. ഹസ്ബൻഡിൻ്റെ ഇഷ്യൂസൊക്കെ വന്നിട്ട് എനിക്ക് ജോലി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനതിലേക്ക് ഒതുങ്ങി, ഒരിടത്തേക്ക് ആൾക്കാർ പറയുന്നതിനൊക്കെ കേട്ട് ഒരു സ്ഥലത്തിലേക്ക് ഒതുങ്ങിയ ഒരാളാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ 4 പേർക്ക് നാളെ ജോലി കൊടുക്കുന്ന ഒരാളായിരിക്കണം. 4 പേരുടെ വീട് എൻ്റെ കയ്യിൽ നിന്നും സാലറി കൊടുത്ത് എന്താ പറയുക, ആ വീട് കഴിയുന്ന ഒരു വീടിനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. 4 പേർക്ക് സാലറി മാത്രമല്ല, 4 പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കുഞ്ഞിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാൻ തച്ചടച്ചൊരു വ്യക്തിയാണ്. അമ്മയ്ക്കൊക്കെ നല്ല പ്രതീക്ഷയായിരുന്നു, എല്ലാവർക്കും എന്നെക്കുറിച്ച് പ്രതീക്ഷ. ടീച്ചേഴ്സിനായിരുന്നാലും അമ്മ കോളേജിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ അമ്മയോട് പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഡിഗ്രിക്ക് വരുമ്പോൾ ടീച്ചേഴ്സും ഒക്കെ ഇതുപോലൊരു മോളെ കിട്ടിയതിന് അമ്മ ഭാഗ്യം ചെല്ലണമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് അമ്മ ഇതുപോലൊരു മോളെ കിട്ടിയതിന് ഭാഗ്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നോവുന്നത് എൻ്റെ അമ്മയാണ്, എൻ്റെ ഭക്തിയാണ്. ഞാൻ ഇന്ന് വരെയും മരണത്തിൽ പോകാതെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്ന് നിൽക്കാനോ ഇങ്ങനെയൊന്നും ഞാൻ കാണില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഒരു ഇരുട്ടിലേക്ക്, നമ്മുടെ വീട് ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കാം, വലിയ പണക്കാരായിരിക്കാം, സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ വലിയ കോടീശ്വരൻ ഒക്കെ ആയിരിക്കാം. നമ്മൾ എന്തൊക്കെ ആയിരുന്നാലും നമ്മളെന്തു പറയുക, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ജീവിക്കാൻ പഠിക്കണം. മറ്റുള്ളവരുടെ ദ്രോഹം കൊണ്ട് ഇരുട്ടിലായിപ്പോയൊരു വ്യക്തിയാണ് ഞാൻ.
മറ്റുള്ളവരുടെ കർക്കശമായ പെരുമാറ്റവും ഹസ്ബൻഡായാലും മറ്റുള്ളവരുടെയൊക്കെ ഇതിലേക്ക് വീണ് പോയിട്ട് സ്വയം എന്താ പറയുക കുറ്റബോധം കൊണ്ട് പുറകിലേക്ക് പോയ വ്യക്തിയാണ്. നമുക്കതില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മളെ അവരങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞിട്ട് ആ കുറ്റബോധത്തിൽ വീണ് പോയ ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളാരും സ്വയം എന്താ പറയുക മറ്റുള്ളവർ പറയുമ്പോൾ അതിൽ കേട്ട് വീണ് പോകാതെ മുമ്പിലോട്ട് വരാൻ ശ്രമിക്കാം. ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന വിമൻസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ജോലിയില്ലാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിലൊക്കെ ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കാനൊക്കെ നോക്കണം. എന്നെപ്പോലെയൊന്നും മറ്റുള്ളവരായി തീരാതിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പേരെ എൻ്റെ ഇതിലേക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഒത്തിരി പേർക്ക് ഫുഡ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാനൊരു ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്ന ആൾ ഓർഫണേജിലൊക്കെ പോകുന്ന ആളായിരുന്നു. ഇപ്പോൾ എനിക്കങ്ങനെ ഫുഡ് കൊടുക്കാനും ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷൊന്നും ഇല്ല. അങ്ങനെ എനിക്ക് ഫുഡ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് അതൊക്കെ തിരിച്ചെടുക്കണം. എവിടെയെങ്കിലും പഠിച്ച് ഇനി ഒരു ലാസ്റ്റ് ചാൻസ് ഒരു PSC ഉണ്ട്. അതെനിക്ക് കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷേ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെയും ട്രൈ നടക്കുന്നില്ല. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ തുന്നമ്പാടിയൊക്കെ നടക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്ന വ്യക്തിക്ക് ഞാൻ പറഞ്ഞില്ലേ പല്ലില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും വീരാത്തത്. കഴിച്ച ഫുഡിൻ്റെ എഫക്റ്റാണ് കേട്ടോ. ഗ്യാസെറ്റ് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ മേടിക്കേണ്ട ഒരു സൗണ്ട് കേട്ടപ്പോൾ. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും എൻ്റെ ദേശത്തെക്കുറിച്ചുള്ള കഥയും ഞാൻ ചില കാരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളും നാളേക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക. ഇന്ന് നടന്നു പോയി, അതങ്ങ് പോയി. ഇനി നാളേക്ക് വേണ്ടി അതും ചിന്തിച്ച് ഞാൻ അങ്ങനെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് വേസ്റ്റാക്കിയ ഒരാളാണ്. ലൈഫ് എത്രത്തോളം സ്പോയിൽ ചെയ്യാനുണ്ടോ അത്രത്തോളം. ഇന്നും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിൽക്കുന്ന ഒരു പ്രദേശം ഇത്രയും മാത്രമാണ്. ഞാൻ ഇതിനപ്പുറത്തോട്ട് പുറകിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങില്ല. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലം ഈ ഏരിയയാണ്. ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ അങ്ങനെ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരൊന്നും ഇടയില്ല, വീടൊക്കെ പൊളിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന അപ്പോൾ ഞാനിവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കുന്ന കുറേ ദുഃഖങ്ങളൊക്കെ അങ്ങനെ മാറിപ്പോകാറുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളേതായ എന്ത് ദുഃഖമോ സങ്കടമോ ഇപ്പോൾ നമുക്ക് ക്യാഷോ പണമോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അല്പം സന്തോഷിക്കാൻ പഠിക്കുക. അതിനൊപ്പം നമ്മുടെ വീട്ടുകാരെ നിങ്ങളുടെ വീട്ടുകാരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പഠിക്കണം. അതിലൂടെ നിങ്ങൾക്കൊരു നന്മ കിട്ടും. ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി മാത്രം ലൈഫ് കളഞ്ഞു എന്ന് പറഞ്ഞ് ഇന്നും പരാതിയൊക്കെ പറയും. പക്ഷെ എന്നാലും എനിക്ക് കിട്ടുന്ന ഒരു നല്ല ഇതുണ്ടല്ലോ, അതെൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ മരിച്ചാൽ പോലും എന്താ പറയുക അത് ദൈവത്തിൻ്റെ മുൻപിൽ എനിക്കൊരു കണക്കുണ്ടായിരിക്കും. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ആര് കാരണം ആയിപ്പോയി എന്നുള്ളത്. പക്ഷെ നാളെ ഒരു കാലത്ത് എൻ്റെ വീട്ടുകാർക്ക് അഭിമാനിക്കാം, എനിക്കിങ്ങനെ ഒരു മോളുണ്ടായത് കൊണ്ട് നമുക്കും ആ നന്മയുണ്ടായി എന്ന് പറഞ്ഞൊക്കെ അവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമൊക്കെ ഇത് അടുത്ത് വരാറൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അടുത്ത് വരുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇതുവരെയ്ക്കും എൻ്റെ താഴോട്ടൊക്കെ റോഡാണ്, ഒരു കുഞ്ഞ് അരട്ടി റോഡാണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ അപ്പുറത്തോട്ടൊക്കെ വീടുകളൊക്കെ ഒത്തിരി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വീടൊക്കെ ഉള്ള അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ വെക്കുന്ന ഏരിയയാണ്. ഞാനിവിടെ നിന്ന് അങ്ങനെ നടക്കാറ്. എന്താ പറയുക ഇങ്ങോട്ടൊക്കെ വരും. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. 4 സൈഡ് വീടൊക്കെ ആയി. ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ കാട് ഏരിയയാണ് ഞങ്ങൾ താമസിക്കുന്നിടം എന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ ഒത്തിരി കാടും മരവും ഒക്കെ നിറഞ്ഞ് കിടക്കുക. ഇതൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ സ്ഥലമൊക്കെ കണ്ടു കാണുമല്ലോ. ഇങ്ങനെയുള്ളതാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ പ്ലേസൊക്കെ ഇങ്ങനെയുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ കേസ് കിടക്കുന്ന വസ്തു ആയതുകൊണ്ട് വെട്ടിമുറിക്കാനൊന്നും പാടില്ലാതെ അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇനി അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ വസ്തുവാണ്, പക്ഷെ ഇപ്പോൾ കേസിലാണ്. ഇങ്ങനെ കുറേ വർഷങ്ങളുണ്ടൊക്കെ ഇങ്ങനെ പറയുന്ന ഭൂമിയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ വീടുണ്ടുണ്ട്, അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇനി പുറക്കിലോട്ടൊക്കെ അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്ന് ഇങ്ങനെ നിൽക്കും. ഇവിടേക്ക് നമ്മൾ ഓടി നടന്ന് വളർന്നൊരു സ്ഥലമാണേ. കയ്യിൽ നിന്ന് മൊബൈലിൽ നിന്ന് സ്ലിപ്പായി അങ്ങനെ. അപ്പോൾ നിങ്ങളെ എങ്ങനെയെങ്കിലും എനിക്ക് കാണാനല്ല, നിങ്ങളോട് സംസാരിച്ച് എൻ്റെ വോയിസ് എന്താണെന്നൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ശബ്ദത്തിലൂടെ മാത്രമേ നിങ്ങളതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ ചില ഫോട്ടോസ് കണ്ടിട്ടുള്ളതായിരിക്കും. അതൊന്നും ഇപ്പോഴൊന്നും അല്ല കേട്ടോ, പല്ലൊക്കെ കൊഴിയുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ്. അപ്പോൾ എനിക്ക് ലൈവിൽ വരണം, നിങ്ങളോടൊക്കെ സംസാരിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 417ഓളം പേര് ഉണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. 417
പേരോടും എനിക്ക് നന്ദിയും കടപ്പാടും, പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണും വരെയും അപ്പോൾ ഞാൻ എന്ത് പറയുക, നിങ്ങളുടെ എല്ലാ സ്നേഹവും, എന്നിലുള്ള സ്നേഹവും നിങ്ങളുടെ സ്നേഹവും ഒക്കെ എന്നിലേക്ക് എന്നെ സ്വീകരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് തരുന്ന വാല്യുബിൾ സപ്പോർട്ടിനെല്ലാം നന്ദി. അപ്പോൾ നമുക്ക് ഒരു 2 വരി പാട്ട്, ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമില്ല, എന്നാലും നിങ്ങളെ ബോറടിപ്പിച്ച് ഇത്രയും നേരം നിന്നേല്ലേ, ഒരു 2 വരി പാട്ടൊക്കെ പാടിക്കൊണ്ട് നമുക്ക് എന്താ പറയുക, കൂടിക്കാഴ്ച നിങ്ങൾ അവസാനിപ്പിച്ചേക്കാം. സ്നേഹത്തിൻ പൂനുള്ളി പൂജിച്ചു ഞാൻ, എൻ ജന്മം നിൻ മുന്നിൽ നീരിച്ചു ഞാൻ, മനസ്സിൻ്റെ വൃന്ദാവനിൽ ചിലമ്പിട്ടൊരുള്ളും കണ്ണാ, നിനക്കിത ജീവൻ്റെ പൂവിനാ, സ്നേഹത്തിൻ പൂനുള്ളിൽ പൂജിച്ചു ഞാൻ, എൻ ജന്മം നിൻ മുന്നിൽ നീരിച്ചു ഞാൻ. അപ്പോൾ സ്നേഹത്തിൻ്റെ പൂനുള്ളി എനിക്ക് നിങ്ങളൊന്ന് പൂജിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും എന്നെ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ദൈവത്തിനും എൻ്റെ ചാനലിൽ എനിക്കിങ്ങനെ കാണാനും ഇല്ല ഇങ്ങനെയും സംസാരിക്കാനും ഒക്കെ ഒരു അവസരം തന്ന എന്താ പറയുക യൂട്യൂബിനും ഒക്കെ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി. ഇങ്ങനെ ഒരു ചാനൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഇത് ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഈ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അല്ലേ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റിയതൊക്കെ, അതിനോടൊക്കെ ഞാൻ 1000 നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു ശുഭദിനം, നല്ലൊരു സായന്തനം ഞാൻ നിങ്ങൾക്ക് നേരുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത് വീണ്ടും കാണും വരെ അടുത്ത വീഡിയോസുമായി കാണാം. ഞാൻ ഇത്രയും വലിയ ലെന്തിയായ ഒരു വീഡിയോസ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിച്ചു എന്ന് തോന്നിയില്ല, ക്ഷമിക്കണം കേട്ടോ. എന്തൊക്കെയോ കാട് കയറി പറഞ്ഞു പോയി. ആ കാട് കയറി പറഞ്ഞു പോയതൊക്കെ ചിലപ്പോൾ ഇതിലെ ഒരു വേർഡ്സെങ്കിലും പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ, ഞാൻ ഒരച്ഛനില്ലാതെ വളർന്ന എൻ്റെ അച്ഛനായിരുന്നു ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിക്കുന്നതാണ്. എന്നെ ഒരു MA B.Ed കാര്യമൊക്കെ ആക്കി എൻ്റെ അമ്മ പഠിപ്പിച്ചു. പക്ഷേ ഞാൻ ജോലി നേടിയിട്ടില്ല എന്നുള്ളതിൽ വളരെ സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരിക്കലും നമ്മളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ വിട്ടവരെ ഉപേക്ഷിക്കാതിരിക്കുക. അവർക്ക് നല്ലൊരച്ഛനും അമ്മയും ഒരച്ഛനും അമ്മയുമായി കാണിച്ചല്ല കൊടുക്കേണ്ടത്, നല്ല മകനും മകളും ഒക്കെ ആയി ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പഠിക്കുക. എന്തുണ്ടെങ്കിലും നിങ്ങൾ ഒരു രൂപയായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ളത്. അവർ ചിലപ്പോൾ സാലറിക്കാരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം. ആ 1 രൂപ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സായിട്ടോ എന്തെങ്കിലും ആയിട്ടൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ അവർ ഒത്തിരിയധികം മനസ്സിൽ സ്നേഹിക്കുന്നവരായിരിക്കും. ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. എൻ്റെ അമ്മ പോലും എല്ലാം ഞങ്ങൾക്ക് വന്നിട്ട് അമ്മ സ്വയം ഞാൻ എന്ത് കൊണ്ട് കൊടുത്താലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടെന്ന് പറയും. പക്ഷേ ഉള്ളിൽ അത് ഇന്നാരാണ് തന്നതെന്ന് എൻ്റെ അമ്മ ചിലരോട് പറയുമ്പോൾ, എൻ്റെ മോളാണ് അത് തന്നതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മോനാണ് അത് തന്നതെന്ന് പറയുമ്പോൾ കേൾക്കുന്നവരിതുണ്ടല്ലോ. അതിനേക്കാളും വലിയൊന്നും നമുക്ക് ഈ ലോകത്ത് കിട്ടാനില്ല. നമ്മുടെ വീട്ടുകാരെ നമ്മൾ എന്ത് പറയുക, അച്ഛനും അമ്മയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കുക, അവർക്ക് നന്മ ചെയ്യുക. പിന്നെ കൂടെയുള്ള സഹപാഠികളോടായാലും കരുണയൊക്കെ കാണിക്കാൻ, അല്പക്കരുണയും ദയയൊക്കെ നമുക്ക് നല്ലതാണ്. നമുക്ക് നല്ലത് മാത്രമേ അതൊക്കെ നേടിത്തരത്തുള്ളൂ കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിന്നും നിർത്തി പോവുകയാണ് കേട്ടോ. എനിക്ക് എന്ത് പറയുക, പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞു തീരാനൊന്നും തോന്നുന്നില്ല കേട്ടോ. എന്തൊക്കെയോ സംസാരിക്കണമെന്ന് എനിക്ക് നിങ്ങളാരെയും, ഞാനിപ്പോൾ ലൈവിലല്ല, എന്നിട്ട് പോലും എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് കേട്ടോ. അല്ല, നിങ്ങൾക്കൊക്കെ സുഖമാണോ, നിങ്ങൾക്ക് ഫുഡ് കഴിച്ചോ, നിങ്ങൾക്ക് വ്രതം എടുക്കുന്നവരാണോ എന്നൊക്കെ ചോദിക്കണം, നിങ്ങളുടെ നേരിലൊക്കെ ചോദിക്കണം, നിങ്ങളുടെ ഫേസൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹമൊക്കെ എന്താ പറയുക, ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു ദിവസം ഇതൊക്കെ പുറത്ത് വരും. അപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും പോയിട്ടില്ലെങ്കിൽ നമ്മൾ ലൈവിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഫേസ് നേരിട്ട് കാണാൻ കഴിയും. ഒരു ആക്ട്രസ് ആകണമെന്നൊക്കെ ആഗ്രഹിച്ച ആളായിരുന്നു. അതൊക്കെ മൂടിക്കെട്ടിയിട്ട് സ്വയം ഒതുങ്ങി ഒരു വീട്ടിലേക്ക് കൂടിയപ്പോൾ ഒന്നുമില്ലായ്മ, എന്താ പറയുക, ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു ബിഗ് സീറോ ബാലൻസാണ് ഞാൻ. ആ സീറോ ബാലൻസ് ഇനി ഒന്നെങ്കിലും ഒരിക്കലും നന്നാവുമ്പോൾ എൻ്റെ ചാനലിലുള്ളവരെയൊക്കെ തന്നെ എനിക്ക് നേരിട്ട് കണ്ട് നിങ്ങൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയൊക്കെ മുഖങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണീരും സങ്കടവും
എല്ലാം കാണുന്ന ഒരു ഈശ്വരനുണ്ട്. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെയൊന്നും നമ്മൾ സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക, സങ്കടം വരുമ്പോൾ സങ്കടം കൊണ്ട് ഒരിടത്തേക്ക് മൂടിക്കൂടാതെ പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കുക. ഞാനതാണ് കേട്ടോ, എനിക്ക് സങ്കടം വരുമ്പോൾ ഒരുപാട് പാട്ട് കേൾക്കും. പാട്ട് എൻ്റെ ക്രൈസാണ്. ഞാൻ പാട്ട് എപ്പോൾ കേട്ടാലേ ഇതിപ്പോൾ ആതിരേക്ക് വേണമെങ്കിലും ഞാൻ ആടാനും പാടാനും ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് നല്ല ഏജൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ എന്താ പറയുക, ഏജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെ ഇരിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. ആക്റ്റീവായ ഒരാളാണ്. ആൾക്കാർ കാണുമ്പോൾ ഒരു പാവമായിട്ട് ഇങ്ങനെ നടക്കും, പക്ഷേ ഫുൾ ആക്റ്റീവാണ് കേട്ടോ. പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ ആരുടെ മുന്നിലേക്കും പെട്ടെന്നൊന്നും പോകാനൊന്നും ആഗ്രഹിക്കത്തില്ല. അപ്പോൾ പറഞ്ഞു ഒരുപാടൊക്കെ പോയി. അപ്പോൾ നമുക്ക് പിന്നെയും കാണാം. അവസാനിപ്പിച്ച വേഴ്സും കൊണ്ട് പിന്നെയും ഞാൻ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ് കേട്ടോ. ഒരു അഡ്വക്കേറ്റ് ആകണമെന്നൊക്കെ ആഗ്രഹിച്ച് പഠിക്കാൻ പോയിട്ട് അപ്പോൾ എൻ്റെ ഈ നാക്ക് കണ്ടിട്ട് എല്ലാവരും പറയും, എടി നിൻ്റെ ഈ നാക്കാടി, നീ എന്താ ഒരു LLB അഡ്വക്കേറ്റ്. എല്ലാവർക്കും ഇപ്പം പല ആൾക്കാരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ പ്രാക്ടീസിന് പോകുന്നു എന്നാണ് ചിലരുടെയൊക്കെ വിചാരം. ഞാൻ കോർട്ടിലാണ് പോകുന്നതൊക്കെ. ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം. രാവിലെ എനിക്കും പോകും, എവിടാ അമ്പലങ്ങളിലോ പള്ളിയിലോ പോകുന്ന. ഇതാണ് എൻ്റെ സ്വഭാവം. എൻ്റെ ക്യാഷ് ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലം, പള്ളി, ഇങ്ങനെ യാത്ര ഇങ്ങനെ യാത്ര ചെയ്ത് എന്താ പറയുക, കുറേയൊക്കെ നിൽക്കാൻ പഠിച്ചു. ജീവിതത്തിൽ ലൈഫ് എന്താണെന്ന് പഠിച്ചു. ദൈവത്തിന് കൂടുതൽ സ്വയം എന്താ പറയുക, സന്തോഷം കണ്ടെത്താൻ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫുഡ് കഴിക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെയുള്ള പിള്ളേരൊക്കെ ചേച്ചി ഇത് ആഗ്രഹിക്കുന്നതിന് വീട്ടിലായാലും ഞാനൊന്ന് ചെറുതായിട്ട് ചില ആഗ്രഹങ്ങൾ പറഞ്ഞാൽ മതി, അത് അപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. എൻ്റെ ഭക്തി തന്നെയാണ്. ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അവരോട് ഞാൻ ഉള്ളിലൊന്ന് വിചാരിക്കുമ്പോൾ തന്നെ അവരെനിക്ക് തരുന്നുണ്ട്. കൊട്ടാരം തന്നില്ലെങ്കിലും, വലിയ സ്റ്റാറ്റസ് തന്നില്ലെങ്കിലും, വലിയ ജോലിയിൽ ഒരു തിരുത്തിയില്ലെങ്കിലും, എന്താ പറയുക, അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും, ജീവിക്കുന്ന ചുറ്റുപാടായിരുന്നാലും, എന്താ പറയുക, എത്ര സങ്കടം ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മ, അനിയത്തി, വല്യമ്മ, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. പക്ഷേ നമ്മൾ നന്ന സന്തോഷത്തിലാണ് എന്താ പറയുക ജീവിക്കുന്നതെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും ഈ സന്തോഷങ്ങൾക്കെല്ലാം കണ്ണീരിൻ്റെ ഇടയിലും നല്ലൊരു സന്തോഷം എനിക്ക് തന്ന ഒരു ഭൂമിയാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് മരിക്കുന്നത് വരെ ഈ ഭൂമിയോട് കടപ്പാടുണ്ടായിരിക്കും. ഞാൻ എവിടെ ഇരുന്നാലും തിരിച്ചു വരും ഇവിടേക്ക് എന്നാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് എൻ്റെ പാർട്ട്ണറെ കാണാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ പാർട്ട്ണറെ കാണിക്കുന്നില്ല, എൻ്റെ വീട് കാണിക്കുന്നില്ല ഒന്നും. എൻ്റെ അമ്മ അനിയത്തിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ പാർട്ട്ണറെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അത് വളരെ വൈകാതെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടെ പറയുകയാണ്. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ നമുക്ക് വീണ്ടും കാണും വരെ. വണക്കം കേട്ടോ. ഇതെൻ്റെ ഒരു സ്റ്റൈലാണ്, നിങ്ങൾ പേടിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ എല്ലാവരും ഇത് പറയുന്ന കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിങ്ങനെ എന്നെക്കൊണ്ട് പറയിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അന്ന് പറയടി എന്ന് പറയും. ഫേസ്ബുക്കിലൊക്കെ ഇത് ഫ്രണ്ട്സൊക്കെ അത് പറയിപ്പിക്കുമായിരുന്നു പണ്ട്, ഇപ്പോഴല്ല. അപ്പോൾ അതിന്നും ഇങ്ങനെ തുടർന്നു പോകുന്നുണ്ടേ. അപ്പോൾ ബൈ.